നമ്മൾ ശരീരത്തിന് വേണ്ടി ഈറ്റ് ഹെൽത്തി അല്ലേ? അതുപോലെ നിങ്ങളുടെ മൈൻഡിന് വേണ്ടി നിങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ നല്ലതാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മൈൻഡിന് വേണ്ടി എന്താ ഫുഡ് കഴിക്കുക? ഇനി ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വാൾനട്ട് കഴിക്കുന്നതിനെ പറ്റിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ നട്ട്സോ ഫ്രൂട്ട്സോ അത് കഴിക്കുന്നതിനെ പറ്റിയാണോ? നിങ്ങളുടെ മെൻ്റൽ ഫുഡ്, അതായത് നിങ്ങളുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള മെൻ്റൽ ഫുഡാണോ കൺസ്യൂം ചെയ്യുന്നത്? ഇനി മോശമായിട്ടുള്ള മെൻ്റൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി മെൻ്റൽ ഫുഡ് എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ കാര്യത്തിനും, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ ചെറിയ ചെറിയ ഇവൻറ്റും നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതോ ഒരു ഫോമിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുറേ കഴിക്കുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളോ ഒക്കെ വരുന്നുണ്ടല്ലേ? അതുപോലെ നിങ്ങൾ ഈ കൺസ്യൂം ചെയ്യുന്ന മെൻ്റൽ ഫുഡ് അത് തീരെ അൺഹെൽത്തി ആണെങ്കിലോ, നിങ്ങളുടെ ബോഡി അത് നന്നായി റിജക്റ്റ് ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ ഒരിക്കലും മെൻ്റൽ ലെവലിൽ ഹെൽത്തി ആവുകയോ നിങ്ങളൊരു ഇമോഷണൽ ലെവലിൽ സ്റ്റേബിൾ ആവുകയോ ചെയ്യാൻ അത് അനുവദിക്കില്ല. അത് വളരെ അതിനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ ഫിസിക്കൽ ഫുഡ് നിങ്ങളുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുക, അതുപോലെയാണ് മെൻ്റൽ ഫുഡ് നിങ്ങളുടെ മൈൻഡ് സ്പേസിനെ, ഇമോഷണൽ എബിലിറ്റീസിനെ അഫക്റ്റ് ചെയ്യുക. ഇതിൽ ശരിയായ കാര്യം തെറ്റായ കാര്യം എന്ന് പറയുന്നതൊക്കെ ഒരു പെർസ്പെക്റ്റീവാണ്. ഒരാൾക്ക് ശരിയായ കാര്യം വേറൊരാൾക്ക് തെറ്റായി തോന്നാം. അതുകൊണ്ട് ഈ അൺഹെൽത്തി ഹെൽത്തി എന്നുള്ളത് ഫിസിക്കൽ ഫുഡാണെങ്കിൽ അത് വളരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാമല്ലേ? ഈ ഇന്ന കാര്യങ്ങൾ ഹെൽത്തിയാണ്, ഇതിൽ ഇത്ര കാലറീസ് ഉണ്ട്, ഇത് ശരീരത്തിന് ഈ രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യും. പക്ഷെ മെൻ്റൽ ഫുഡ് അതെപ്പോഴും ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ചിലർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം വേറൊരാൾക്ക് ഇൻഫോർമേറ്റീവ് ആവണം എന്നില്ല, എന്നാൽ അയാളും അത് കൺസ്യൂം ചെയ്യുന്നത് അത് അയാൾക്കൊരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആവാം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ന്യൂസും ഒരു തരത്തിലുള്ള ഇൻഫോർമേഷൻ ആവാം. പക്ഷേ അത് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് പെർ പേഴ്സൺ ഒരു ഇൻഫോർമേഷൻ്റെ യൂസബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഡിഫർ ചെയ്യുന്നു എന്നുള്ളതും. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ബോഡീനെ മെൻ്റൽ ഫുഡ് എന്ന രീതിയിൽ സ്റ്റഫ് ചെയ്യുകയാണെന്നും നിങ്ങളുടെ ബോഡി അല്ലെ മെൻ്റൽ സ്പേസിൽ നിങ്ങളുടെ സിസ്റ്റം സ്ട്രഗിൾ ചെയ്യുകയാണെന്നുമാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മെൻ്റൽ സ്പേസിൽ നിങ്ങളുടെ സിസ്റ്റം വളരെ സഫർ ചെയ്യുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ഓരോ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാൽ ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊന്നും നമ്മളുടെ തോട്ടിലൂടെ പോകുന്ന കാര്യമല്ല. പല കാര്യങ്ങളും എൻവയൺമെൻറ്റിലുള്ളതാണല്ലോ. നമുക്ക് ചെവി പൊത്തി വെച്ച് നടക്കാൻ പറ്റുമോ? കുറേ കാര്യങ്ങൾ പറ്റില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ ബൈ ചോയ്സാണ് ആ ഇൻടേക്ക്. ആ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചൊക്കെ കോൺഷ്യസ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മെൻ്റൽ ക്ലട്ടർ കുറേയൊക്കെ ക്ലിയർ ചെയ്യും. നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതും അങ്ങനെ ഓൾറെഡി കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾ കൂടുതൽ സ്റ്റഫ്ഡ് ആവുകയും കൂടുതൽ ഇമോഷണലി കോംപ്ലക്സ് ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരികയും വരും. ഇനി ഇതെങ്ങനെയാണ് ഈ ക്ലട്ടർ നിങ്ങളെ അഫക്റ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ട്, പ്ലെയിൻ സ്പെക്ടക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ ജനിച്ച് വീഴുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓരോ ഇങ്ങനത്തെ ഇൻഫോർമേഷൻ അത് നിങ്ങളുടെ പേരൻസിൽ നിന്നാവാം, ടീച്ചേഴ്സിൽ നിന്നായിരിക്കാം, സമൂഹത്തിൽ നിന്നായിരിക്കാം, ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, ഓരോന്ന് ഇൻടേക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു ഗ്ലാസ്സിൽ അതിപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു തോട്ടായിരിക്കാം, ആ ഒരു തോട്ടിൻ്റെ ഒരു കളർ വരും. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ദേഷ്യം വന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇന്ന ഒരു കാര്യം ഇറിറ്റേറ്റ് ചെയ്തു, അപ്പോൾ ചിലപ്പോൾ ആ ഗ്ലാസ്സിൽ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നു എന്ന് വിചാരിക്കുക. അതേ ഇവൻറ്റ് വീണ്ടും ഒക്കർ ചെയ്യുന്നു, അതിൻ്റെ മേലെ വീണ്ടും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സിമിലർ ഇൻഫർമേഷൻ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം ആ ഷെയ്ഡ് ഡാർക്കനായി വരികയാണ്. പിന്നെ നിങ്ങൾ കാണുന്നതൊക്കെ നമ്മൾ ഈ 3D സിനിമ കാണില്ലേ, ഈ 2 കളറുള്ള ഗ്ലാസ്സസ്, അതുപോലെ ഇങ്ങനെ കളർ ചെയ്ത ഗ്ലാസ്സസിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വേൾഡിനെ തന്നെ പെർസീവ് ചെയ്യാൻ കഴിയുക. ഈ ഗ്ലാസിൻ്റെ ചില കളറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ചിലപ്പം സെൽഫായിട്ട് നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനറൽ നോളജ് അറിയുന്നത് കൊണ്ട് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കാം. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് റെലവൻറ്റോ ഇറലവൻറ്റോ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ആൾക്കാരിലും ഡിഫർ ചെയ്യും എന്താണ് റെലവൻറ്റ് എന്താണ് റെലവൻറ്റ് അല്ലാത്തത്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ പല ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൺസ്യൂം ചെയ്തത് കൊണ്ട് ഇതിന് പല ഷെയ്ഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാമെന്നേ ഉള്ളൂ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപയോഗവും ഇല്ല. പക്ഷേ നിങ്ങൾക്കതൊരു എക്സ്ട്രാ ബേർഡനാണ്.
അവസാനം ഈ ഷെയ്ഡ് പ്രത്യേക രീതിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇമോഷൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുക, അതിൻ്റെ ഇൻഫോർമേഷൻ കൺസ്യൂം ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക, അല്ലെങ്കിൽ അതേ രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അവസാനം ഈ ഒരു ഷെയ്ഡിനൊരു ലൈഫ് വന്നതുപോലെ ആയിരിക്കും. അതായത് ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയുള്ള ഒരാൾ നിങ്ങളെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് വരെ ഉണ്ടാവും. അതായത് ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റം തന്നെ എന്തോ ഒരു പ്രത്യേക ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നതായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അഫിനിറ്റി. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫായിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് പറയുമ്പം അവർ ഇതാണ് അൾട്ടിമേറ്റ് ശരി, അതവർ വിശ്വസിക്കുന്നു. ഈ ഒരു കോസ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ, അത് ചിലപ്പോൾ ദേഷ്യമാവാം, ജലസി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള അമിതമായിട്ടുള്ള അഫിനിറ്റി ആവാം, സ്നേഹമാവാം, ദേഷ്യമാവാം. പക്ഷെ അത് വളരെ സ്ട്രോങ് ആയിരിക്കും. അവസാനം അതൊരു ലൈവ് പേഴ്സൺ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ആ ഇമോഷൻ അത്രയും പവർ വെക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ ഇവരെന്താണ് ഇങ്ങനെ, ഇവർ ഒരു രീതിയിലും റീസൺ ചെയ്യുന്നില്ല, ഇവർ വളരെ ഡിഫറൻ്റ് ആയിട്ട്, ഇവരെ എന്തോ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ അവർ ഈ ഓരോ തോട്ട് കൺസ്യൂം ചെയ്ത് അത് ആഡ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു തോട്ട് വലിയൊരു അവസാനം ഒരാളെന്ന രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു തോട്ടിനെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് അതിനപ്പുറത്തോട്ടൊന്നും കാണാൻ കഴിയാത്തത്. അതുപോലെ നമ്മളും കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾക്ക് ഒരു രീതിയിൽ റിലവൻ്റ് അല്ലെങ്കിൽ നമ്മൾക്കത് കൺസ്യൂം ചെയ്യേണ്ട എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. അല്ലാതെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്കതിൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാത്തതൊക്കെ നിങ്ങളുടെ ഇമോഷൻസിനെ വെറുതെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ടും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളൊരു ഡെയിലി ബേസിസിൽ ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയാൽ ഒന്നെങ്കിൽ ദേഷ്യമാവാം, അല്ലെങ്കിൽ ഒരു വിഷമാവാം, അല്ലെങ്കിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആവാം. അപ്പോൾ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് നമുക്ക് സിമിലർ ഇമോഷൻസ് വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യാനുള്ളൊരു ടെൻഡൻസി. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഡീഷണലായിട്ട് അതിനെ ഫീഡ് ചെയ്യുന്നത് പോലെയുള്ള ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കൺട്രോളിൽ കൊണ്ടുവരിക. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ഇമോഷണൽ സ്റ്റേറ്റ് ആ ഒരു രീതിയിലേക്ക് പോകുമ്പം നമ്മൾക്ക് വളരെ അഫിനിറ്റി ഉണ്ടാവും ആ സെയിം ഇമോഷൻസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ. അപ്പം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ്റ് അത് നമ്മൾക്ക് ഇൻ എ ലോങ് ടേം, ഇൻ എ ബിഗ് പിക്ചർ നമ്മൾ എന്നുള്ളൊരു വ്യക്തിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചില നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ എന്തെങ്കിലും ഒരു പാക്കേജ് ആയിട്ട് വരുമ്പോൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ മെൻ്റൽ ഫുഡിൻ്റെയും ഇൻഫർമേഷൻ കണ്ടൻറ്റ് അതിനകത്തുള്ളത് നിങ്ങൾ ആ ഓരോ ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് ഇത് നിങ്ങളുടെ മെൻ്റൽ സ്പേസിനും നിങ്ങളുടെ അവസാനം ഫിസിക്കൽ ബോഡിക്കും ഒക്കെ ഹാർംഫുൾ ആയിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മെൻ്റൽ ഫുഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.